ഹായ് ഫ്രണ്ട്സ്, bbmasters എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് റെഡ്മി 9 പവറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോട് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് റെഡ്മി 9 പവർ എന്നാണ്. ഈ പവർ എന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് 6000 mAh ബാറ്ററി കപ്പാസിറ്റി ആയിട്ടുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് റിവേഴ്സ് ചാർജിങ് കൂടിയാണ്. അതായത് നമ്മുടെ USB കേബിള്, റിവേഴ്സ് ടൈപ്പ് കേബിൾസ് ഉണ്ടെങ്കിൽ നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. നമുക്ക് ബോക്സിൻ്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റെഡ്മി 9 പവർ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ സ്പെസിഫിക്കേഷനാണ് 48 MP AL കോഡ് ക്യാമറയും, പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ സൈസ് 6.53 ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സർ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ആണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട് കപ്പാസിറ്റി. പിന്നെ 18 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ടീവ് ആണ്. പിന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാനിത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇത് ആദ്യമായിട്ടല്ല അൺബോക്സ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ഒരു അൺബോക്സിങ് ആണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എല്ലാ ഫോണുകൾക്ക് വരുന്ന പോലെ തന്നെ സിം ഇജക്റ്റ് പിൻ ടൂൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ട്രാൻസ്പെറൻറ്റ്, നല്ല ക്വാളിറ്റിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കേസ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഇത്തിരി സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ റെഡ്മി സ്മാർട്ട് ഫോണാണ്. റെഡ്മിയുടെ മിക്ക ബ്രാൻഡുകളും നല്ലൊരു ക്വാളിറ്റിയിലുള്ള പാക്കിംഗ് തന്നെയാണ്. റെഡ്മി 9 പവർ, ഇവിടെ നമുക്ക് കാണാം ഡോട്ട് നോട്ട് ടച്ച് ഡിസ്പ്ലേ. പിന്നെ നമുക്ക് ഇത് സ്പ്ലാഷ് പ്രൂഫാണ്, വെള്ളം തെറിച്ചാലും ഒന്നും സംഭവിക്കില്ല. ചെറുതായിട്ട് നമ്മുടെ ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെള്ളം തെറിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു കോട്ടിംഗ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഇവിടെ എടുക്കണ കളർ എന്ന് പറയുന്നത് ഫ്ലറി റെഡ് എന്ന കളറാണ് വരുന്നത്. ഫ്ലറി റെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നിയത് ഒരു ഓറഞ്ച് റെഡിഷ് കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും, ഇവിടെ തന്നെയാണ് വോളിയം ബട്ടണും പിന്നെ പവർ ബട്ടണും വരുന്നത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ സംവിധാനം വരുത്തുന്നത്. പിന്നെ നമുക്ക് അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. താഴത്തും വരുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിലും വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ്, ഇവിടെ ടൈപ്പ് സി ചാർജറാണ്. ടൈപ്പ് സിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണേലും കുത്താം. പിന്നിൻ്റെ ഒഡിയോ എന്നുള്ള പ്രശ്നം വരുന്നില്ല. പിന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്, മുകളിലായിട്ട് കാണാം നോയ്സ് ക്യാൻസലേഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇയർഫോൺ കുത്താനുള്ള ഒരു ഹോൾ നമുക്ക് കാണാം. പിന്നെ ഇവിടെയാണ് IR ബ്ലാസ്റ്റർ വരുന്നത്. നമുക്കിത് ഓണാക്കി നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും റെഡ്മി 9 പവർ പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഇത് ഞാൻ എടുക്കണ സമയത്ത് എനിക്ക് കിട്ടിയ ആൻഡ്രോയിഡ് വേർഷൻ 10 ആട്ടാ. പിന്നെ അതിലേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, വേറെ അപ്ഡേഷൻസ് ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇത് ഇനി ടൈം എടുക്കും തോന്നണേ, പതിയെ വരുള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്കൊക്കെയും 12 വരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുമ്പോൾ ആൻഡ്രോയിഡ് 10 എന്ന ഇതിൽ വേരിയൻറ്റിലാണ് എനിക്ക് കിട്ടിയേക്കണത്. ഇനി അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്കൊരു 12 വരേക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാസ്വേഡ് പാറ്റേൺ ലോക്ക് വരുന്നുണ്ട്. ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ടാട്ടോ. നമുക്ക് ക്യാമറ ക്വാളിറ്റി നോക്കാം.
ക്യാമറയിൽ നമുക്ക് HDR വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 14 MP എയർകോം ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോ മോഡിൽ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിക്കും പറ്റും, അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയും പറ്റും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ക്യാമറയിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ്, സ്ലോ മോഷൻ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും വേറെ നമുക്ക് കാണാം. പനോരമ, പിന്നെ നമുക്ക് വാട്ടർമാർക്ക് വേണമെങ്കിൽ കളയാം, വെക്കാം. നമ്മുടെ രീതിയിൽ പേരുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വാട്ടർമാർക്ക് വെക്കാം. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ നമുക്ക് സാധിക്കും. സിസ്റ്റം ആപ്സ് അപ്ഡേറ്ററിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ കാര്യങ്ങളും അറിയാം. ഇതുവരെയായിട്ടും എനിക്കൊരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടില്ല. ഇനി വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എബൌട്ട് ഫോൺ നോക്കാം. എബൌട്ട് ഫോണിൽ MIUI വെർഷൻ 12.08 സ്റ്റേബിളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് 128 GB ആണ് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്, സ്റ്റോറേജ് കപ്പാസിറ്റി. പിന്നെ അതുപോലെ തന്നെ 6 GB റാം വേരിയൻ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് 6 GB 4 GB എന്ന വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് വെർഷൻ 10 ആയതുകൊണ്ട് ചിലപ്പോൾ മിക്ക ഫോണുകളിലും ഇപ്പോൾ ഇറങ്ങണത് ഫോണുകളിൽ തന്നെ നമുക്ക് 12 വരെ കിട്ടും. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അപ്ഡേഷൻസൊക്കെയും കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. നമ്മുടെ Redmi 9 പവറിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. നമുക്കിതിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഓഡിയോ ലഭിക്കുന്നതാണ്. ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ്, താഴത്തും മുകളിലുമായിട്ട് 2 സ്പീക്കറുകളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വൈഫൈ കോളിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ പിന്നെ ഒരു സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ദ സ്പീക്കർ എന്ന ഓപ്ഷൻ. ആ ഓപ്ഷൻ ത്രൂ നമുക്ക് ഇതിലത്തെ ഡസ്റ്റുകളൊക്കെ നമുക്ക് എടുത്ത് കളയാൻ സ്പീക്കേഴ്സിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ക്വാളിറ്റിയിലുള്ള സ്പീക്കറുകൾ ലഭിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഫോണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചാർജറിനെ പറ്റി പറയാം. ചാർജർ ടൈപ്പ് C എന്ന കേബിളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നമുക്ക് കുത്താം. അല്ലെങ്കിൽ അതിൻ്റെ പിൻ ഒടിഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നമൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനത്തെ പേടി വേണ്ട. നിങ്ങൾക്ക് C ടൈപ്പ് കേബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുത്താം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം നമുക്ക് വാറൻറ്റി കാർഡ്, പിന്നെ അതുപോലെ തന്നെ കാറ്റലോഗ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാം. നമ്മളത് നോക്കണമെന്നില്ല. പിന്നെ നമുക്ക് കേബിൾ ഇങ്ങനത്തെയാണ്, വൈറ്റ് കളറാണ് വരുന്നത്. വൈറ്റ് കളറ് C ടൈപ്പ് ആട്ടോ വരുന്നത്, C ടൈപ്പ് കേബിൾ ആട്ടോ. പിന്നെ ഇതിൽ 18 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജറും അവൈലബിൾ ആട്ടോ. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഈ ഗ്ലാസ് നമുക്ക് ഗൊറില്ല ഗ്ലാസ് ആട്ടോ വരുന്നത്. അതുകൊണ്ട് ചെറിയ വല്ല ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. പിന്നെ വെള്ളം വീഴുമ്പോൾ നമ്മുടെ സ്ക്രീൻ കേടാവണ പ്രശ്നമൊന്നും വരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചേമ്പിൻ്റെ ഇലയിൽ എങ്ങനെയാണ് വെള്ളം തെറിക്കുക അതുപോലെ ഒഴുകി പോവും. ഇത് വെള്ളം തെറിക്കുകയാണ്. അതായത് അത് വിചാരിച്ചിട്ട് ഫോൺ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ പ്രൂഫ് അല്ല, നമ്മുടെ ഗ്ലാസിൻ്റെ സ്ക്രീനിൻ്റെ ഒരു കോട്ടിങ് മാത്രമാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ സാധിക്കും, Redmi 9 പവർ എന്നാണ് വലിയൊരു ബാഡ്ജിങ് കാണാം. ഇപ്പോൾ Redmi ഫോണുകളുടെ ഒരുവിധം ഫീച്ചേഴ്സിലൊക്കെയും ഇങ്ങനത്തെ ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. Poco M3 ഇതുപോലെ ഏകദേശം ഒരു ഫീച്ചേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണോടെ അമർത്തിയാൽ ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.